അതുപോലെ അമിതവണ്ണം, ഇത് മിക്കവാറും എല്ലാ രോഗങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചോദിക്കാറുള്ള ഒരു സംശയമാണ്. ഇവിടെ വെരിക്കോസ് വെയിനിന്റെ കാര്യത്തിലും ഈ 3 ഘടകങ്ങൾ എത്രമാത്രം കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എത്ര പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നൊന്ന് പറയാമോ? വണ്ണം കൂടുന്നത് ഇതുപോലെ തന്നെയാണ്. രക്തക്കൊഴലുകളുടെ ഒരു നോർമലായിട്ടുള്ള ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് കൊഴുപ്പിന്റെ കൊണ്ടും ചുറ്റുമുള്ള അവയവങ്ങളുടെയൊക്കെ വീർപ്പ് കൊണ്ട് ആണെങ്കിലും തടസ്സപ്പെടുത്തുന്നുണ്ട്. എന്ന് വെച്ചുകഴിഞ്ഞാൽ വയറിനകത്തൊരു മുഴയുണ്ടെങ്കിൽ പോലും അത് രക്തക്കൊഴലിനെ തടസ്സപ്പെടുത്തിയിട്ട്. എറണാകുളം ലേക്ഷർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി എച്ച്ഒഡിയായ ഡോക്ടർ ആർ പത്മകുമാറാണ്. കാലിലെ രക്തക്കുഴലുകൾ വീർത്ത് തടിച്ചു കിടക്കുന്ന, ചിലർക്ക് വേദന തോന്നുന്ന, മറ്റു ചിലർക്ക് സൌന്ദര്യ പ്രശ്നമാകുന്ന ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് വെയിൻ. വളരെയധികം ആളുകളെ അലട്ടുന്ന ഒരു സാധാരണമായ ശാരീരിക പ്രശ്നമായാണ് വാരിക്കോസ് വെയിനെ നമ്മൾ നോക്കിക്കാണുന്നത്. ഡോക്ടർ, കാലിലെ രക്തക്കുഴലുകൾ വീർത്ത് കെട്ടുപിണഞ്ഞ് നമ്മൾ മുന്നേ സംസാരിച്ച പോലെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് വാരിക്കോസ് വെയിൻ എന്ന് എല്ലാവർക്കും അറിയാം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വിശദമാക്കാമോ? നമുക്ക് വാരിക്കോസ് വെയിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് പലപ്പോഴും പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞ 2 തരത്തിലുണ്ട്. പ്രധാനമായിട്ടും രക്തക്കുഴലിന്റെ ഭിത്തിയിലുണ്ടാവുന്ന ക്ഷീണം കൊണ്ടാണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ പലപ്പോഴും മേ ബി ജനിതകമായിട്ടുള്ള കാരണങ്ങൾ എന്നൊക്കെ പ്രതീക്ഷിക്കാം. ഞരമ്പിന്റെ ഭിത്തികൾക്ക് കട്ടി കുറവാണ്, അതുകൊണ്ട് അത് വീർത്ത് കിടക്കുന്ന അവസ്ഥ. അതിനകത്ത് വന്നു കഴിയുമ്പോഴത്തേനും രക്തം കൂടുതലായിട്ട് കെട്ടിക്കിടക്കുന്നു, അത് പിന്നെയും അത് വീർക്കാനായിട്ട് ഇടയാക്കുന്നു. പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞരമ്പുകൾ 2 തരത്തിലുണ്ട്. ഒന്ന് സൂപ്പർഫിഷ്യൽ വെയിൻസ് എന്ന് പറയും, പുറത്തുള്ള കൊഴുപ്പിനും അല്ലെങ്കിൽ തൊലിക്കും കൊഴുപ്പിനും ഇടയ്ക്ക് താഴെ മാത്രമല്ല, ഞങ്ങൾ സബ്ക്യൂട്ടേനിയസ് എന്ന് പറയുന്ന ഒരു ഇതിലോട്ടുള്ള ഒരു മസിലിന് പുറത്താണത്. പിന്നുള്ളത് മസിലിനകത്ത് വരുന്ന ഡീപ്പ് വെയിൻസ് എന്ന് പറയും. അപ്പൊ ഡീപ്പ് വെയിൻസ് എപ്പോഴാണെങ്കിലും നമ്മൾ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് അതിന്റെ മസിൽ അനങ്ങുമ്പോഴത്തേക്ക് അതൊരു പമ്പിംഗ് ആക്ഷൻ പോലെ രക്തം തിരിച്ച് ഹാർട്ടിന്റെ ഭാഗത്തേക്ക് പോയിക്കോളും. പക്ഷെ പുറത്തുള്ള രക്തക്കുഴലിനാണെന്നുണ്ടെങ്കിൽ നിൽക്കുമ്പം അതിന് വീർത്തു വരാൻ സാധാരണ തന്നെ ടെൻഡൻസി ഉണ്ട്. പക്ഷെ അതിന്റെ പ്രവർത്തനത്തെ സാധാരണ നിയന്ത്രിക്കുന്നത് പോകുന്ന രക്തം നേരെ മേളിലെത്തി ഈ ഡീപ്പ് വെയിൻസിൽ കൂടെ ഹാർട്ടിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയയാണ് വേണ്ടത്. ഇപ്പൊ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ തട്ടുകൾ പോലെ വാൽവ് സിസ്റ്റം വെച്ചിട്ടുണ്ട്, ഷട്ടേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ താഴെ നിന്ന് മുകളിലേക്ക് മാത്രമേ രക്തം പോകാവൂ എന്നുള്ള സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. പക്ഷെ ആ വാൽവിന് കേടുവന്നു കഴിഞ്ഞാൽ അകത്തുള്ള രക്തം കൂടി പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയായിട്ട് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വരും. അതുപോലെ തന്നെ ഇതിനെ പല തരത്തിലും പല ലെവലിലും ബന്ധിപ്പിക്കുന്നുണ്ട്. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൂപ്പർഫിഷ്യൽ വെയിൻസിനെ ഡീപ്പ് വെയിൻസുമായിട്ട് ബന്ധിപ്പിക്കുന്ന പല ലെവേഴ്സ് ഉണ്ട്, പെർഫറേറ്റർ എന്ന് പറയും. അപ്പൊ ആ കണക്ഷൻസിലാണെങ്കിലും ഈ ഷട്ടർ വെച്ചിട്ടുണ്ട്. ഒരു വഴിക്ക് മാത്രമേ ബ്ലഡ് പോകാവൂ എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അവിടുത്തെ വാൽവ് കേടാവുന്നതുകൊണ്ട് തിരിച്ച് രക്തം പോകുന്നതായിട്ടുള്ള അവസ്ഥ. പിന്നെ പറയുന്നത് സെക്കൻഡറി വാരിക്കോസിറ്റി എന്ന് പറയും. വയറിൽ എന്തെങ്കിലും തടിപ്പുണ്ടെങ്കിൽ, നമ്മൾ പ്രഗ്നൻസി ഒക്കെ വരുമ്പോഴാണെങ്കിലും കാണാം, തടിപ്പല്ലെങ്കിൽ പോലും അവിടെ വളർച്ച കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഭാഗം തിങ്ങിയിരിക്കുമ്പോഴത്തേക്ക് രക്തക്കുഴലിന്റെ ഓട്ടം ശരിയാവാതിരിക്കുന്ന ഒരിതോ. നമ്മൾ വളരെ നേരം നിൽക്കുന്ന ആളെ സംബന്ധിച്ചോളം വളരെ നേരം നിന്ന് കഴിയുമ്പോഴത്തേന് രക്തത്തിന് താഴോട്ട് തങ്ങി നിൽക്കാനുള്ള ഒരിതുണ്ട്. ഇപ്പം പോലീസ് ഫോഴ്സിലൊക്കെ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടീച്ചർമാരാണെങ്കിലും ഞങ്ങൾ സർജൻസ് തന്നെ പറയും, ഞങ്ങൾ കുറെ നേരം നിൽക്കുന്ന അവസ്ഥ വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തം കട്ട പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കാനായിട്ട് അല്ലെങ്കിൽ കെട്ടിക്കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് പിന്നീട് ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിക്കുന്നത്. വയസ്സിന്റെ കാലിലേ പാദത്തിനോട് ചേർന്ന് നരമ്പ് തടിച്ച് കണവായി പൊട്ടിയേ. അപ്പോഴേ അതിപ്പോ ഇങ്ങനെ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ ഗവൺമെന്റ് ആശുപത്രി പോയിട്ട്. അതൊന്നും കരിയുന്നില്ല, അതങ്ങനെ വ്രണമായിട്ടിരിക്കുകയാണ്. അപ്പൊ അവരത് കരിയാൻ പാടാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെന്താണ് അതിന്റെ ഒരു കാര്യത്തെ കുറിച്ച് അറിയാൻ വിളിച്ചതാണ്. അത് തന്നെയാണ് ഇനിയും തുറന്ന് കേൾക്കുക. നമ്മൾ ഈ ഞരമ്പുകൾക്ക് അൾസറായിട്ട് വരിക അല്ലെങ്കിൽ അവിടെ വ്രണം വരിക എന്ന് പറയുന്നത് ഒരു 6ാമത്തെ ഗ്രേഡ് എന്ന് ഞങ്ങൾ പറയും. ആദ്യത്തെ ലെവലിൽ നിന്ന് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ രക്തക്കുഴൽ വരുന്നതേ ഉള്ളൂ. പിന്നെ ട്യൂബ് പോലെ കിടക്കും, പിടച്ചു കിടക്കും. പിന്നീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സ്കിന്നിന്റെ ചേഞ്ചസ് ഒക്കെ വരുമ്പോഴത്തേക്ക് 4ാമത്തെ ഒരു ഗ്രേഡിലേക്ക് വന്നു പറയാം. വ്രണങ്ങൾ വന്ന് കരിഞ്ഞുള്ള ആൾക്കാർക്ക് ഗ്രേഡ് 5 എന്ന് പറയും. ഇതിപ്പം പറയുന്നത് ഗ്രേഡ് 6 എന്ന് പറഞ്ഞ ലെവലിലേക്കാണ് വ്രണങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളത് ചികിത്സ ചെയ്യണം, ശസ്ത്രക്രിയ ചെയ്ത് മാറ്റിയാൽ മാത്രമേ ഈ വെയിൻസിന്റെ കുഴപ്പം കൊണ്ടുള്ളതായതുകൊണ്ട് വാരിക്കോസ് അൾസർ എന്നാണ് പറയുന്നത്. അപ്പൊ അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാരിക്കോസ് വെയിൻ മാറ്റിയാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അഴുക്ക് രക്തം അവിടെ കെട്ടിക്കിടന്നിട്ട് തൊലിക്ക് കേടുണ്ടാക്കുക, അവിടുത്തെ രോമം തന്നെ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ അവിടെ കളർ വ്യത്യാസം വരുന്നതായിട്ട് കാണാം. വ്രണം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ഒരു സ്റ്റേജ് എന്ന് പറയാം. ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള അസുഖത്തിന്റെ ഒരു ലക്ഷണമാണ്. അത് വന്നു കഴിഞ്ഞാലെങ്കിലും നമ്മൾ ചെയ്ത് ശരിയാക്കണം. ആ വെയിൻസിനെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ അടഞ്ഞോളും. ആ രക്തക്കുഴൽ ഒരു വ്രണം വന്നിരിക്കുന്ന രക്തക്കുഴലിന്റെ കേട് മാറ്റിക്കഴിഞ്ഞാൽ തനിയെ മാറുന്ന ഒരു കാര്യമാണ്. അതിനെന്താ ചെയ്യണ്ടേ? നമ്മൾ ഒരു ശസ്ത്രക്രിയ വിദഗ്ധനെ കാണിച്ചിട്ട് അതിന്റെ ചികിത്സ തേടണം. വെയിൻസിന്റെ കേട് വന്നിട്ടുള്ള ഭാഗം മാറ്റി വ്രണം കരിയാനായിട്ടുള്ള നമ്മളൊരു സാധ്യത കൊടുക്കണം. ശരി ശരി ശരി.
അവിടെ നമുക്ക് ലെക്ചർ ചെയ്യാം അല്ലേ? ചെയ്യാം, വന്നാൽ മതി, കാണിച്ചാൽ മതി. അവിടെ ഞാൻ ഗവൺമെന്റ് സർവന്റ് ആണ്, അപ്പൊ അതിന്റെ ഇൻഷുറൻസ് ഒക്കെ കിട്ടുമായിരിക്കും. നോക്കാം, അതിന് പിന്നെ പേഴ്സണലായിട്ട് വിളിച്ചാൽ മതി. ഡോക്ടർ, ഈ വെരിക്കോസ് വെയിനിന്റെ പ്രശ്നം അനുഭവിക്കുന്നവർ ഏത് വിഭാഗത്തിലെ ഡോക്ടറെയാണ് കാണേണ്ടതെന്നൊരു സംശയം ഉണ്ടോ? ആളുകൾ ചോദിക്കുന്നത് എപ്പോഴും ശസ്ത്രക്രിയാ വിദഗ്ധനെ തന്നെയാണ് കാണേണ്ടത്. അതിനുള്ള ചികിത്സകളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ട ചികിത്സകളാണ് പലതുണ്ടെങ്കിൽ പോലും. ആദ്യത്തെ ഗ്രേഡിലൊക്കെ നമ്മൾ ഡിഫറന്റ് ആയിട്ടുള്ള ചികിത്സ ഉണ്ടെങ്കിൽ പോലും ശസ്ത്രക്രിയാ വിദഗ്ധനാണ് സാധാരണ ഇത്തരം കാണിക്കാറ്. മെഡിക്കൽ കണ്ടാലും അവർ റെഫർ ചെയ്ത് വിടത്തതേ ഉള്ളൂ. ഡോക്ടർ ഇപ്പം മുന്നേ സൂചിപ്പിച്ചു, കൂടുതൽ നേരം നിൽക്കേണ്ടി വരുന്ന ആളുകളിലാണ് ഇത് വെരിക്കോസ് വെയിൻ കൂടുതൽ വരാനുള്ള സാധ്യത. ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ മുന്നേ നമ്മൾ സൂചിപ്പിച്ച പോലെ കെട്ടുപിണഞ്ഞ് കിടക്കുക എന്നുള്ളത്, അതിനെപ്പറ്റി ഒന്ന് വിശദമാക്കാം. എന്തെല്ലാമാണ് പൊതുവിൽ ലക്ഷണങ്ങളായിട്ട് പ്രകടമാക്കുന്നത്? വെരിക്കോസ് വെയിൻ ആദ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ടീലങ്ജെക്ടേഷ്യ എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡ് 1 എന്ന് പറഞ്ഞ വെരിക്കോസ് വെയിൻ. കാലില് പല ഭാഗത്ത് ഇങ്ങനെ രക്തക്കൊഴലിന്റെ മാർക്കുകൾ കാണാം, തെളിഞ്ഞ് കാണാം, ഒരു വല പോലെ ഇങ്ങനെ കിടക്കുന്ന പോലെ കാണുന്നതായിട്ടുണ്ട്. ഗ്രേഡ് 1 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്കറിയാം വെയിൻസിന്റെ കുറച്ചൊക്കെ കേട് വന്നു തുടങ്ങി എന്നുള്ളത്. രണ്ടാമത്തെ ഗ്രേഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ട്യൂബ് പോലെ ഈ ഞരമ്പുകൾ കുറച്ചുകൂടെ ഒരു പ്രാമുഖ്യത്തോടെ കാണുന്ന ഒരവസ്ഥയിലേക്ക് വരാം. പിന്നെയും അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനെ വലിയ തോതിൽ പിടഞ്ഞു കിടക്കുക, അത് പല പല ഷേപ്പിലോട്ട് ഇങ്ങനെ മാറുന്നതായിട്ട് കാണാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വന്നു കഴിയുമ്പോഴാണ് ഈ പിഗ്മെന്റേഷൻ എന്ന് പറയും. കാലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തൊലിയുടെ കളറ് മാറി മാറി വരുന്നതായിട്ട് കാണാം, കറുത്ത് വരുന്നതായിട്ട് കാണാം. അവിടെ ശരിയായിട്ടുള്ള രക്തമല്ല കിടക്കുന്നത്. അതിനകത്തുനിന്നുള്ള ഒരു ന്യൂട്രീഷൻ ഒന്നും ആ ഭാഗത്ത് ദശകൾക്ക് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ആ ഭാഗത്തെ രോമം തന്നെ പോകുന്നതായിട്ട് കാണാം. അപ്പൊ ഒരു തിളക്കം വരുന്നു, ആ ഭാഗത്ത് നിറവ്യത്യാസം വരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് വ്രണങ്ങൾ വരുന്നതെന്ന് പറയുന്നത്, അൾസേഴ്സ് വരിക എന്ന് പറഞ്ഞിട്ട്. പിന്നെ വേദന തുടങ്ങും. ഈ അൾസറൊക്കെ വരുമ്പോഴാണ് വേദന വരുന്നത്. അല്ലാതുള്ള സാധാരണ വേദന ആൾക്കാർ പറയാറുണ്ടെങ്കിലും അത് പലപ്പോഴും ഞരമ്പിന്റെ കൊണ്ടുള്ള കാര്യങ്ങളാവത്തില്ല. അത് മസിലിന്റെ വേദനയാകാം, മുട്ടുവേദനയാകാം, അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും. പലപ്പോഴും അതിനുവേണ്ടിയാണ് ആൾക്കാർ വന്ന് കാണിക്കുന്നതെങ്കിലും പ്രാധാന്യത്തോടെ അത് വിചാരിക്കാൻ പറ്റില്ല ആ ഒരു ലെവലില്. പക്ഷെ അൾസർ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഞങ്ങൾ മീഡിയൽ ആസ്പെക്ട് എന്ന് പറയുന്ന അകത്തുള്ള ആ ഭാഗത്ത് ഒരു അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗത്തൊക്കെ വ്രണങ്ങൾ വന്നു കഴിഞ്ഞാൽ കരിയാൻ പറ്റാത്ത പോലെ ഉണ്ട്. ഇപ്പൊ തന്നെ അദ്ദേഹം വിളിച്ചതുപോലെ ഒരു 6ാമത്തെ ഗ്രേഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആക്റ്റീവ് അൾസർ എന്ന് പറയും. അത് കരിയത്തേയില്ല. ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ തുടർച്ചയായിട്ട് അപ്പം പല ചികിത്സാ രീതിയും വെച്ചിട്ട് ആൾക്കാർ കാല് പൊക്കി വെച്ച് കിടക്കും, അപ്പൊ കരിയും. അവൻ പറയാം എന്തായാലും കാല് പൊക്കി വെച്ച് കിടന്നു. അപ്പൊ നമ്മൾ പറയും പക്ഷെ എപ്പോഴും നമുക്ക് കാല് പൊക്കി വെച്ച് കിടക്കാൻ പറ്റില്ല. താഴെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു രീതി ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അൾസേഴ്സ് വരുന്നതാണ് ഒരു 6ാമത്തെ ഗ്രേഡിലേക്ക് വരുന്നതായിട്ടുള്ള കാരണം. അല്ലാതെ മറ്റ് വരുന്നത് വളരെ വിഷമമായിട്ട് വരുന്നൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞരമ്പുകൾ ഇങ്ങനെ കുമിളയായിട്ടൊക്കെ താഴെ അറ്റത്തിരിക്കും. അത് അറിയാതെ നമ്മൾ ഒരഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു അഴുക്ക് രക്തം കിടക്കുന്നതുകൊണ്ടുള്ള ചൊറിച്ചിലുകൊണ്ട് ചൊറിഞ്ഞു കഴിയുമ്പോഴത്തേനോ വളരെ കൂടുതലായിട്ട് രക്തസ്രാവം വരുന്നതായിട്ട് കാണാം. വളരെ ചുരുക്ക അവസരത്തിലാണെങ്കിലും ആൾക്കാർ രക്തം നഷ്ടപ്പെട്ടിട്ട് അബോധാവസ്ഥയിൽ എത്തുന്നതായിട്ട് കാണാം. ആൾക്കാർ അല്ലെങ്കിൽ നടന്നു പോകുമ്പം കാലിന് രക്തപ്പാടുകൾ വരുന്ന പോലത്തെ ഒരു അവസ്ഥ. അതൊക്കെ വരുന്ന കഷ്ടമാണ്. നമ്മള് ഞരമ്പ് കെട്ടിയത് മരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ കൂട്ടുള്ള ഒരു ശ്രമമാണ്. താഴെ ഞരമ്പ് പൊട്ടിപ്പോയി ബ്ലഡ് അമിതമായിട്ട് നഷ്ടപ്പെടാൻ. അപ്പൊ അത് വന്നു കഴിഞ്ഞാലും നമുക്ക് കാല് അന്നേരം പൊക്കി വെച്ച് കെട്ടിവെച്ചിട്ട് വന്നിട്ട് അതിന്റെ ചികിത്സ തേടണം എന്നുള്ളതാണ്. ആ ഒരു കാല് പൊക്കി വെക്കുമ്പോൾ എന്തായാലും നിൽക്കും വെച്ച് കഴിഞ്ഞാൽ തിരിച്ചുള്ള ഒരു ഒഴുക്കിനെ അത് പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ചെയ്യും. പക്ഷെ അത്തരം ഒരു ലെവലിലേക്കൊക്കെയും ആൾക്കാർ വരാറുണ്ട്. അതുവരെ ഒന്നും ലക്ഷണങ്ങൾ എത്താതിരിക്കാൻ ശ്രമിക്കുക. അതെ, ഡെഫിനറ്റ്ലി നമ്മൾ അതുവരെ എത്തിക്കരുത് എന്നുള്ളതാണ്. 1, 2, 3 ഒക്കെ ഗ്രേഡ് ആകുമ്പോൾ നമുക്കറിയാം ഇത് നമ്മുടെ കയ്യിൽ വെക്കുന്ന കാര്യം അല്ലാന്ന് മനസ്സിലാക്കി കാണിക്കണം. ഡോക്ടർ, പ്രായം, പാരമ്പര്യം, അതുപോലെ അമിതവണ്ണം, ഇത് മിക്കവാറും എല്ലാ രോഗങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചോദിക്കാറുള്ള ഒരു സംശയമാണ്. ഇവിടെ വെരിക്കോസ് വെയിനിന്റെ കാര്യത്തിലും ഈ 3 ഘടകങ്ങൾ എത്രമാത്രം കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എത്ര പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നൊന്ന് പറയാം. പ്രായത്തിന്റെ കൂടുതൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഞരമ്പുകളുടെ പിടച്ചിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. ഞരമ്പിന്റെ ഭിത്തികൾക്കുള്ള ക്ഷീണം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മസിലിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ക്ഷീണം. അപ്പൊ ഒരു 40 വയസ്സ് 50 വയസ്സാകുമ്പോൾ തന്നെ ഇത് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ വലിയൊരു ഘടകം മാത്രമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. പാരമ്പര്യമായിട്ട് കുറച്ചു പേർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞരമ്പുകളുടെ ഭിത്തിക്കുള്ള ഒരു ക്ഷീണത്തിനകത്ത് ഒരു പരിധി വരെ ഒരു ഘടകം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നീട് നമുക്ക് വരുന്നത് വയറിന്റെ ഭാഗത്ത് വണ്ണം വരുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഈ ഞരമ്പുകൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസി വരുന്നു, വയറിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അകത്തെ രക്തം വളരെ ഫ്രീ ആയിട്ട് ഹാർട്ടിലേക്ക് ഒഴുകിപ്പോകാനായിട്ടുള്ള ഒരു തടസ്സം തന്നെയാണ് അതിനകത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ പരിശോധനകൾ പറയുമ്പോൾ തന്നെ ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ വയറിന്റെ പരിശോധനകൾ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിനകത്തൊരു മുഴയുണ്ടെങ്കിൽ പോലും അത് രക്തക്കൊഴലിനെ തടസ്സപ്പെടുത്തിയിട്ട് താഴോട്ടുള്ള ആ ഒരു രക്തക്കൊഴലുകളൊക്കെ വീർത്തു വരുന്നതായിട്ട് കാണാം. കാരണം രക്തം മുകളിലേക്ക് വന്ന് ഹൃദയഭാഗത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യത കുറയ്ക്കും.
അപ്പം വണ്ണം കൂടുന്നത് ഇതുപോലെ തന്നെയാണ്. രക്തക്കൊഴലുകളുടെ ഒരു നോർമലായിട്ടുള്ള ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് കൊഴുപ്പിന്റെ കൊണ്ടും ചുറ്റുമുള്ള അവയവങ്ങളുടെയൊക്കെ വീർപ്പ് കൊണ്ട് ആണെങ്കിലും തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇത് മൂന്നും ഒരു പരിധിവരെ ഘടകങ്ങളാണ്.